സൈസ് നല്ല കണ്ടീഷനാണ്. ഇതുണ്ടല്ലോ ഇവിടെ ഓൾറെഡി വിട്ട് അന്നത്തെ കലവിലേക്ക് അവർ ഭാര്യയും ഭർത്താവുമായിട്ടും ഒത്തിരി ലോങ് ഒന്നും വണ്ടി ഏകദേശം 2,00,000 കിലോമീറ്ററിന് മേളിൽ ഓടി വണ്ടി. സോ ഹേ ഗൈസ്, വിഷു യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. ഇതിലോട്ട് എല്ലാവർക്കും തമ്മിലാണ്ട് പോലെ ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് സൂപ്പർ സ്പ്ലെൻഡറാണ് വണ്ടി. നമ്മൾ പിൻ ടു പിൻ റീസ്റ്റോർ എന്നുള്ള ഓപ്ഷനാണ് സംഭവം. കുറേ നാൾ കൊണ്ട് കസ്റ്റമർ വിചാരിച്ചുകൊണ്ടിരുന്നത് അവർ ഭാര്യയും ഭർത്താവുമായിട്ടും ഒത്തിരി ലോങ് ഒന്നും വണ്ടി ഏകദേശം 2,00,000 കിലോമീറ്ററിന് മേളിൽ ഓടി വണ്ടിയാണ്. അപ്പോൾ എഞ്ചിൻ പണി കഴിഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ പണി സെറ്റ് ചെയ്ത് നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് മൊത്തം ചെയ്താൽ ചെയ്യണം A to Z. അതിൻ്റെ ചെയ്സ് 2-3 ഒടിഞ്ഞ അവസ്ഥയാണ്. അപ്പം അതെല്ലാം നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യണം. വണ്ടി കൊണ്ട് പെയിൻറ്റിങ്ങിന് കൊടുക്കണം. അതെന്ന് വിചാരിക്കരുത്, വണ്ടി നല്ല ശ്വാസം മുട്ടുന്നത്. അപ്പം മൊത്തം അഴിച്ച് ബേസ്ഡ് ഫ്രം ദ പിൻ ടു പിൻ റീസ്റ്റോറേഷൻ എന്നുള്ള പ്ലാനാണ്. വേറെ എക്സ്ട്രാ കാര്യമൊന്നുമില്ല. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ജസ്റ്റ് ഡിസ്ക് മാത്രം വരും. പിന്നെ ചെറിയ വർക്കാണ് എത്ര നമുക്ക് ചെയ്യുന്നത്, അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഫുൾ വണ്ടി അഴിച്ച് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീട്ടിലോട്ട് പോകാം. ഹെഡ് അയച്ചപ്പോഴത്തേക്ക് ഞാൻ സ്വന്തം കാണിച്ചത് പ്രത്യേകിച്ച് അതിനകത്ത് പിടുത്തോ കാര്യങ്ങളോ ചുമ്മാ അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് വെച്ചേക്കുന്നത് കേട്ടോ. നമുക്കിനി ബാക്കിയുള്ളവിടെ മൊത്തം അയച്ചിറക്കാം. ഇത് നമ്മൾ ഓൾമോസ്റ്റ് മൊത്തം ടീർണം ചെയ്തപ്പോൾ സംഭവം ഞാൻ കാണിച്ചു തരാം. അന്നത്തെ കലവിലേക്ക് ഇതിനിപ്പോൾ എയർ ഫിൽറ്റർ മാറണമെങ്കിൽ ഇവിടെ വേണത്. അപ്പോൾ അങ്ങനെ നമ്മൾക്കും എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം. വേറെ വഴിയൊന്നുമില്ല. അത് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിനോട് കസ്റ്റമർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കലവടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അതിൽ. അപ്പോൾ ഇനി ബാക്കി എഞ്ചിൻ താക്കണം, അൾട്രാ ഐറ്റംസ് ഉള്ളത് താക്കണം. പക്ഷേ ഞാൻ ഊരി വരുന്നില്ല. അപ്പോൾ അത് കൊണ്ടുപോയി ഹീറ്റ് ചെയ്ത് അഴിക്കണം. അങ്ങനെ കുറേ വഴിയുണ്ട്. അപ്പോൾ അതുകൂടെ അഴിച്ചിട്ട് ഞാൻ വെറും ചേസ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഫൈനൽ നമ്മൾ എൻജിൻ പുറത്തെടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ചേസ് നല്ല കണ്ടീഷനാണ്. ഇതുണ്ടല്ലോ ഇവിടെ ഓൾറെഡി വിട്ടിരിക്കുക ചേസ്. ആക്ച്വലി ഇത്രയും ഭാഗം വിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇതുണ്ടോ അവിടെ അത് തന്നെ അവസ്ഥ. മണ്ണിളക്കി അപ്പുറത്ത് നോക്കി കുഴിയാവുക. ഓൾറെഡി വെള്ളമൊക്കെ ചെയ്ത് നാശമാക്കി വെച്ചേക്കുക. അഡിഷൻ കണ്ടല്ലോ ഫുള്ള് റീബിൽഡ് ചെയ്യണം. പിന്നെ സെൻട്രൽ സ്റ്റാൻഡ് അടിയിൽ നിന്ന് ഒടിഞ്ഞു വന്നിരിക്കുകയാണ്. സൈഡ് സ്റ്റാൻഡ് അടിയിൽ നിന്ന്. പിന്നെ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ പിന്നെ അടിഞ്ഞ് വരുന്നില്ല. ഇതുണ്ടല്ലോ ആൻഡ് അഡീഷൻ കണ്ടോ. ആൻഡ് അത് ഇവിടുത്തെ അവസ്ഥ തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ അടിയിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസിന് അപ്പം ഇതല്ലാതെ തന്നെ അത്രയാണ് പ്രശ്നങ്ങൾ. ചേസ് വളരെ ഡൗൺ കണ്ടീഷനാണ്. അപ്പം നമ്മൾ ഇതിനെയും റീബിൽഡ് എടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും സംഭവം എന്നാന്നുള്ള അവസ്ഥ എന്നുള്ളത്. ഇനി ഇത് നമ്മൾ നേരെ കൊണ്ടുപോകുന്ന ചേസ് റെഡിയാക്കാനായിട്ടുള്ള സ്റ്റാൻഡേലോട്ടാണ്. പുള്ളി ഇത് മൊത്തം ഗ്യാപ്പുള്ള എല്ലാം അടച്ച് സെറ്റ് ചെയ്ത് ഫുൾ ഗ്രൈൻഡ് ചെയ്യേണ്ട വർക്കെല്ലാം ഗ്രൈൻഡൊക്കെ ചെയ്ത്
പക്കയാക്കി തരും. അപ്പം അതാണ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പെയിൻറ്റിങ്ങിനുള്ള സാധനവും ചേസും കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്യണം. എന്തൊക്കെ ഉണ്ടെന്ന് അവിടെ ഡിവൈഡ് ആയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നല്ല വിയർത്ത് കുളിച്ച് നല്ല അവസ്ഥ. ഈ സംഭവം മൊത്തം അയച്ചു വന്നപ്പോൾ തന്നെ ടൈമായി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ചേസും എഞ്ചിനും ആണ് മെയിനായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന പോലെ പെയിൻറ്റിങ്ങിന് പോകുന്നത്. അപ്പോൾ ആദ്യം ചേസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നേരെ പെയിൻറ്റിങ്ങിന് പോകും. എഞ്ചിൻ ടയർ നമ്മൾ പെയിൻറ്റിങ്ങിനോട് ഏൽപ്പിക്കുന്നതായിരിക്കും വാഷ് ചെയ്ത്. പിന്നെ ടാങ്ക് അത് തന്നെ യൂസ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പം റെഡിയാക്കാൻ പറ്റുന്നത് തന്നെ യൂസ് ചെയ്യും. പിന്നെ ഹെഡ് ഞാൻ പറഞ്ഞത് അതിനകത്ത് പാഷൻ പ്രോയുടെ ഹെഡാണ് ഇരുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ സ്റ്റോക്ക് നമ്മുടെ സൂപ്പർ സ്പ്ലെൻഡറിൻ്റെ തന്നെ ഒറിജിനൽ ഷേപ്പ് തന്നെ കൊണ്ടുവരാനാണ്. ഫ്രണ്ടിൽ ഒരു പൾസറിൻ്റെ ഒരു ഡിസ്ക് സെറ്റും വരും. പുള്ളിക്ക് ജസ്റ്റ് ഒരു ഡിസ്ക് സെറ്റ് ഉണ്ടായാൽ മതി. ഇതിൻ്റെ മോഡലൊന്നും വേണ്ട. പുള്ളിക്ക് പർപ്പസ്ഫുള്ളി ഒരു ഡിസ്ക് സെറ്റ് ഉണ്ടായാൽ മാത്രം മതി. ആ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഡിസ്ക് സെറ്റ് ചെയ്യും. ആൻഡ് ബാക്കിൽ നമ്മളൊരു 6 ഇഞ്ച് സെറ്റപ്പ് വരും. പിന്നെ കുറച്ച് സാധാരണ വണ്ടിയുടേതായ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മുടെ മൊത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തടുത്ത വീഡിയോസ് കുറേ വരും. എന്തൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ പുതിയ മേടിച്ച് അതിനെ പറ്റിയുള്ള എല്ലാ അപ്ഡേറ്റ്സും വരും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.